അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മള് ഷാബിയയിലെ മുസഫ ഏരിയയിലൊക്കെ പ്രധാന ഹൈപ്പർ മാർക്കറ്റുകളായ ഡെൽമ മോൾ, വിയർ മാർട്ട് ഈ ഭാഗങ്ങളിലേക്ക് നടന്നുകൊണ്ടുള്ള ഒരു ജേണിയാണ്. സാധാരണ ബസ്സിലൊക്കെയാണ് പോകാറുള്ളത്. നടന്നിട്ട് രാവിലെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇപ്പം തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിലെ വ്യൂ കാണിച്ചു തരാം. നല്ല കോട ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളെ മുന്നിലൊക്കെ ഭയങ്കര കോടയാണ്. അടുത്തുനിന്ന് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും വെയിൽ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഫാസിൽ സാറ് കൂടെ. ഫാസിൽ സാറ് തിരൂർക്കാരനാണ്. നമ്മളെ ഇംഗ്ലീഷ് പ്രൊഫസറാണ് യുവറേറ്റ് ഫ്യൂച്ചർ ഇൻ്റർനാഷണൽ സ്കൂളിലെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്ന ഭാഗങ്ങളിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. കോട എല്ലാ ഏരിയയിലും ഇല്ല. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഫ്രണ്ട് ഭാഗത്തു നിന്നുമാണ് കോട വരുന്നത്. അതേസമയം നമ്മൾ റൈറ്റ് സൈഡിൽ കോട ഇല്ല. അങ്ങോട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കൂളിങ് കൂടിയത്. ഞങ്ങൾ ചായ കുടിച്ചിങ്ങനെ ഇറങ്ങിയതായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് അതിന് മാത്രം തണുപ്പൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞ് പെയ്തിട്ട് ഇവിടെ റോഡൊക്കെ ആകെ നനഞ്ഞു കിടക്കുകയാണ്. കാഴ്ചകൾ കാണാൻ പറ്റും. ഇവിടെ എൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കാണുന്നത് ഇവിടെയാണ് അബുദാബിയിലെ പാസഞ്ചർ ട്രെയിൻ വരുന്നത്. ഇതുവരെ നിലവിൽ അബുദാബിയിൽ പാസഞ്ചർ ട്രെയിനില്ല. അതേസമയം ഇത്തിഹാദ് റെയിലുണ്ട്. അത് പാസഞ്ചറായിട്ടുള്ള ഉപയോഗിക്കുന്നത്. ഗുഡ്സ് ട്രെയിനായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അബുദാബി ദുബായ് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റെയിലാണ് ഇത്തിഹാദിൻ്റെ പാസഞ്ചർ ട്രെയിന്. ഇപ്പോൾ നിലവിൽ ഇവർ പറയുന്നത് ജൂൺ ആകുമ്പോഴേക്ക് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുമെന്നുള്ളതാണ്. എന്തായാലും വി ക്യാൻ വെയിറ്റ് ആൻഡ് സീ. ഇവിടെയൊക്കെ നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കോടയുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. വീഡിയോയിൽ അത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ആ ഭാഗത്തുള്ള ഒരു സംഗതികൾ കാണുന്നില്ല. തൊട്ടടുത്തുള്ള വെഹിക്കിൾസും മറ്റും മാത്രമാണ് ഇപ്പം നമ്മുടെ വീഡിയോയിലൊക്കെ ദൃശ്യമാകുന്നത്. അതിനപ്പുറത്തേക്കൊന്നും കാണുന്നില്ല. ഭയങ്കര കൂളിംഗാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്തേക്ക് കോട ഇങ്ങനെ ഓടി വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. അതാ പാറി വരുന്നവിടൊക്കെയാ എടാ. ഇല്ല നമ്മൾ അതിൻ്റെ ഇടപെട്ടപ്പം കാണൂലേ, കുറച്ച് കൂടുതലുണ്ടല്ലോ. ഇതാ അടുത്തേക്ക് വരുന്നില്ലേ. നാളെ കിടക്കേണ്ടി വരുമോ? ലീവ് ആവുമോ കോലത്തിലാണെങ്കിൽ? അപ്പോൾ ഈ ഏരിയയിൽ നിന്നാണ് ഇത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, സദേൺ പാർട്ടിൽ നിന്ന്. അതേസമയം നോർത്തിൽ അത്ര വലിയ ഇഷ്യൂ ഇല്ല. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നടന്നാലോ? ഓക്കെ. അപ്പോൾ ഒഴുക്കിനെതിരെ നമ്മൾ നീന്താണ്. എന്താ സംഭവിക്കാൻ നോക്കാം. നോക്കി കടന്നോളി, വല്ല ഫൈനും കിട്ടും. ഇവിടെ കുറച്ച് വലിയ ഇഷ്യൂ ഇല്ല അല്ലേ? നമ്മൾ അവിടെയാണ് കറക്റ്റ് അത് വരുന്നത്. രാവിലെ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 8:10 ആ സമയത്തുള്ള വ്യൂ ആണിത്. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ വെയിറ്റ് ചെയ്യണം. ഇവിടെ പെഡസ്ട്രിയലുണ്ട്. ഈ സിഗ്നല് നമുക്ക് സിഗ്നൽ ഓൺ ആണെങ്കിൽ നമ്മൾ ഇതിലേക്ക് പ്രസ് ചെയ്യണം ആദ്യം. എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ ഓൺ കം. അത് അവിടെ ഓഫ് ആവും. സ്റ്റോപ്പായി. അപ്പോൾ വീണ്ടും അടുത്ത പ്രസ് ചെയ്തോളെ. ഇൻതളർ ഹുന
ഉം. ഓക്കെ, അപ്പോൾ നമ്മൾ പെഡസ്ട്രിയിൽ നമുക്ക് പോകാം. ഓണായിട്ടുണ്ട്. ഇവിടെ ഈ ഷാബിയിൽ ഈ കാണുന്നൊരു ഏരിയ, ഇവിടെ കൺസ്ട്രക്ഷൻസ് ഒന്നും ഇപ്പം നിലവിൽ നടക്കുന്നില്ല. ഇനി ഉണ്ടാവാനും സാധ്യത ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഒരു മിഡിൽ ഭാഗത്തു കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ റെയിൽവേൻ്റെ മിഡിലല്ല, നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഭാഗം, അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ റെയിൽവേ ട്രാക്ക് പോകുന്നത്. ഈ ഭാഗം പറയപ്പെടുന്നത് ഇതിൻ്റെ ഗ്യാസ് അതുപോലുള്ള ഓയിൽ ഈ സാധനങ്ങളുടെയൊക്കെ കംപ്ലീറ്റ് ഈ അണ്ടർഗ്രൗണ്ടിലാണ്, ഇവിടെ ഈ ഏരിയയിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടുള്ള എൻട്രൻസ് പെർമിറ്റോ ഒന്നുമില്ല. കംപ്ലീറ്റ് അവർ നെറ്റ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഷാബിയ നയനൊന്നും കാണാൻ പോലും ഇല്ല. നമ്മളെ തൊട്ടടുത്തുള്ള വെഹിക്കിൾസ് മാത്രം ഇങ്ങനെ പോകുന്നത് കാണുന്നു എന്നല്ലാണ്ട് നയനും ഇപ്പോൾ 10ഉം കാണുന്നില്ല. നമ്മൾ 10-നാണെന്നൊരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇപ്പോൾ വിയർമാർട്ട് അല്ലെങ്കിൽ ഡെൽമ മോൾ ഈ ഭാഗത്തേക്ക് പോകുന്ന നമുക്ക് നടക്കാൻ പറ്റിയൊരു ഏരിയ ആണിത്. പക്ഷെ ഇവിടെ 2 വഴികളുണ്ട്. ഒന്ന് നമ്മുടെ ഈ ഹൈവേ ഭാഗത്തു കൂടെ പോകുന്ന റോഡ് സൈഡായിട്ടും, പിന്നെ ഒന്ന് നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു ഇടവഴി, അതിലൂടെയും പോകാൻ പറ്റും. നോക്കാം, ഇവിടെ ഈ സൈഡിലൊക്കെ നമ്മൾ നല്ല രസത്തിൽ പൂക്കളൊക്കെ വിരിച്ചിട്ടുണ്ട്. നമ്മളേതായാലും ആ പൂക്കളൊക്കെ ഒന്ന് കണ്ടു നടന്നു നോക്കാം അല്ലേ സാറേ? ഓക്കെ, നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വെറൈറ്റി കളറുകളിൽ ഫ്ലവറൊക്കെ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ നല്ല ലാൻഡ്സ്കേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഈ സൈഡിലൊക്കെ അത് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഫ്ലവേഴ്സൊക്കെ ചിലത് വിരിയുന്നു, ചിലത് പോകുന്നു. Wow, how beautifully created that landscape. ഷോർട്ട് കട്ടുകളുണ്ട്. ഇത് 1 വേ ആണ്. വാഹനങ്ങൾ കുതിച്ചു പാഴുന്നുണ്ട്. നമ്മൾ പണ്ട് ഈ തണുപ്പത്ത് കാണിച്ചിരുന്ന പരിപാടി ഉണ്ടല്ലോ, സ്മോക്കിങ്. നല്ല സ്മോക്ക് പോകുന്നുണ്ട്. എന്ത് പറയുന്നത് എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? അടിപൊളി. കോട കുറച്ച് കുറവുണ്ട്, പക്ഷെ ഭയങ്കര കുടിക്കാനല്ലേ. നമ്മളിപ്പോൾ വഴിയൊന്ന് മാറ്റിപ്പിടിച്ചു. റോഡ് സൈഡിൽ ഭയങ്കര കാറ്റ്, വാഹനങ്ങൾ പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര കാറ്റടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഡെസേർട്ട് ഏരിയക്ക് കയറിയിരിക്കുകയാണ്. ഇങ്ങനെ നടന്നു നോക്കട്ടെ. സേഫാ? യെസ്. ഇവിടെ ഈ ഓപ്പോസിറ്റിൽ കാണുന്ന ഭാഗത്താണ് ഡെൽമ മോള്. വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ്. ഒരുപാട് ഷോപ്പുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് നമുക്കിവിടെ വ്യൂ കുറവാണ് ഈ കോട കാരണം. എന്തായാലും നമ്മൾ അതിൻ്റെ അടുത്ത് പോകുമ്പോൾ അതിൻ്റെ വ്യൂസൊക്കെ കാണിച്ചു തരാം. ഇതാ സൂര്യനൊക്കെ ചെറുതായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ പാം ട്രീകളൊക്കെ അവർ ഇറിഗേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എല്ലായിടത്തും
ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഈ റോഡ് അരികിലുള്ള ഈ ലാൻഡ്സ്കേപ്പുകളൊക്കെ അവർ ഈ ഗാർഡനൊക്കെ എങ്ങനെയാണ് പരിപാലിക്കുന്നത് എന്നുള്ളത് എല്ലായിടത്തും ഇങ്ങനെ ഈ പൈപ്പുകൾ അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ വെള്ളം ഉണ്ടാവും, ടൈമിംഗ് ഉണ്ടാകാം. അപ്പം അത് എവിടെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ ഓണാക്കുന്നു. അപ്പോൾ എല്ലാ ഇടങ്ങളിലും ഇതിങ്ങനെ നനഞ്ഞ് ആവശ്യമായ വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇറിഗേഷൻ്റെ മെത്തേഡ്. എല്ലായിടത്തും വെള്ളം ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ വളരെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കിനിയിപ്പോൾ ആ കാണുന്ന ഫ്ലൈ ഓവറിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, ആ ബ്രിഡ്ജിൽ പോയി കയറിയിട്ട് വേണം നമുക്ക് 2 വൺ വേ ആണല്ലോ ഈ 2 റോഡുകളും. നമുക്ക് അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുകളിലൂടെയാണ് പോകേണ്ടത്. ഒത്തിരി ലെങ്ത്തുള്ള ബ്രിഡ്ജാണ്. നമ്മൾ ഈ ബ്രിഡ്ജ് കയറാൻ പോവാണ്. ഇവിടെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കാണ് കാര്യമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് സൈക്കിളും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്കൂട്ടർ പോലത്തെ സൈക്കിളുകളൊക്കെ ഉണ്ട് ഇവിടെ. അതിൻ്റെ വ്യത്യസ്ത മോഡലുകളുണ്ട്. പക്ഷെ അതിനൊക്കെ പാർക്കിംഗ് ഏരിയകളാണ്. ഇവിടെ ഇത് കൊടുന്ന് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം നമ്മുടെ സൈക്കിളുകൾ, എന്നിട്ട് നമുക്ക് മറ്റിടങ്ങളിലേക്ക് പോവാം. പക്ഷെ അതേസമയം ഇത് എല്ലായിടത്തും അലൗഡ് അല്ല. അലൗഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അബുദാബി ഏരിയയിലൊക്കെ ഇതിന് പ്രത്യേകമായിട്ട് പോകാനുള്ള സൈക്കിൾ പാത്തുകളൊക്കെ ഉണ്ട്. ഇതുപോലെ ഇതിപ്പം നമുക്കുള്ളൊരു പാസേജാണ്, നമുക്ക് നടക്കാനുള്ള. അതുപോലെ തന്നെ ഇതിലൂടെ സൈക്കിളുകൾ പോകാൻ പറ്റും. അതേസമയം റോഡിലേക്ക് ഇറങ്ങാൻ പാടില്ല. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫൈന് വരും. സൈക്കിൾ തന്നെ അവരെടുത്തു കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഇത്തരം ഇതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ബ്രിഡ്ജിൻ്റെ മേലെ നിന്നിട്ടുള്ളൊരു വ്യൂ ആണിത്. വാഹനങ്ങളൊക്കെ ചീറിപ്പായുന്നുണ്ട്. നമുക്ക് ഇത്രയും ലോങ്ങിലേക്ക് അങ്ങോട്ട് നടക്കേണ്ടതുണ്ട് ഈ ബ്രിഡ്ജിലൂടെ. പിന്നെ 2 വലിയ ഹൈവേകളാണ്. ഇതിൻ്റെ ട്രാക്ക് എന്ന് പറയുന്നത് 4 ട്രാക്കുകളുണ്ട് ഒരു വൺ വേയിൽ തന്നെ. അപ്പോൾ ഇത്രയും സ്പേസ് നമ്മൾ അങ്ങോട്ട് നടന്ന് തീർക്കേണ്ടതുണ്ട് ഈ ബ്രിഡ്ജിലൂടെ. ഓക്കെ, ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. നമുക്ക് പുറത്തൊന്നും അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല ഈ സൈഡിൽ. കോട അത്രയും ഇറങ്ങി കിടക്കുന്നുണ്ട്. ഓക്കെ, നടന്നാലോ സാർ?
വളരെ മനോഹരമായി കൺസ്ട്രക്ട് ചെയ്ത ഈ ലാൻഡ്സ്കേപ്പ് നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. വളരെ ഭംഗിയിൽ റോഡുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വളരെ ഭംഗിയിൽ, ചിലയിടത്ത് ഗാർഡൻസ്, ചിലയിടത്ത് മറ്റ് സ്റ്റോൺസുകളൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള സ്റ്റോൺസുകളൊക്കെ വെച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അവർ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഏരിയയിൽ അതാ റോഡിൻ്റെ മറ്റ് 2 ഭാഗങ്ങളിലായിട്ട് ഗാർഡൻ എന്ന് പറയുമ്പോൾ 2 സൈഡിൽ ഫ്ലവേഴ്സ് വളരെ ഭംഗിയായിട്ട് ഈ തല മുതൽ ആ തല വരെ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാസിൽ സാർക്ക് എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞത് എന്താണ് ഞാൻ പറയാം. സൂര്യന്റെ കിരണങ്ങളിൽ കണ്ടില്ലേ കോടയ്ക്ക് പതുക്കെ വഴി മാറി കൊടുക്കുന്നു. മാഷാ അല്ലാ അത് ശരിയാണ്. സൂര്യൻ അല്ലേ, സൂര്യൻ വരുമ്പോൾ കോടകളൊക്കെ വഴി മാറി കൊടുക്കുന്നുണ്ട്. എന്തായാലും അത് വേണമല്ലേ. ഇപ്പം നമ്മളിവിടെ മരവിച്ച് പോവും, കൈയൊക്കെ ഭയങ്കര ഫ്രീസായി പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ബ്രിഡ്ജ് ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമ്മൾ താഴേക്ക് പോവാണ്. എൻ്റെ ഡെൽമ മാളിൻ്റെ വ്യൂ കൊടുക്കുന്നത്. ദിസ് ഈസ് ദ ഡെൽമ മാൾ. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ലെങ്ത് എത്രത്തോളം ഉണ്ടെന്ന്. നമ്മളിപ്പോൾ ഷാബിയ 10-ൽ നിന്ന് നോക്കിയാൽ തന്നെ ഡെൽമ മാൾ ഇവിടെ അടുത്താണെന്ന് വിചാരിച്ചു പോകും. അതിൻ്റെ ബാക്കി എൻഡ് കാണാൻ പറ്റുന്നില്ല കേട്ടോ, അവിടെ കോട ആയതുകൊണ്ട്. ഇപ്പം നമ്മൾ കണ്ടത് ഇതിൻ്റെ മിഡിലാണ്. ഇപ്പോൾ അതാ അവിടുന്ന് എത്രത്തോളം ഇങ്ങോട്ടുണ്ട്, ഇതിൻ്റെ മിഡിലാണ്. ഇവിടുന്ന് എത്രത്തോളം അങ്ങോട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല, കോട ആയതുകൊണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് താഴോട്ട് പോവാം. ഒരാൾ സൈക്കിളും കൊണ്ട് പോകുന്നുണ്ട്. സൈക്കിളുകൾ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, റോഡ് കൂടെ ഇതിൽ ഇറക്കി കൊണ്ടുപോയ പ്രശ്നമാണ്. അപ്പം നമ്മൾ ആ ബ്രിഡ്ജ് കയറുന്ന സമയത്ത് കണ്ട പോലെ തന്നെ ഇവിടെയുണ്ട് സൈക്കിൾ ലോക്ക് ചെയ്യാനുള്ള സൈക്കിൾ പാർക്കിംഗ് ഏരിയ. അപ്പോൾ അവിടെ കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് പോവാം. അല്ല, വേറെ എവിടെയും കൊണ്ടുപോയേക്കാൻ പാടില്ല, അതൊന്നും അലൗഡല്ല. ചെയ്യുന്നവരുണ്ടാകാം ചിലയിടങ്ങളിലൊക്കെ. നമ്മളെ നാട്ടിൽ നല്ല പാറക്കല്ലുകളൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ അപൂർവമായിട്ട് ഇവിടെ കാണുന്നതാണ്. ഈ പോകുന്ന കാറ്, ഈ കളറിൽ കാണുന്ന കാറുകളൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള, ഡ്രൈവിംഗ് പഠിക്കാനുള്ള കാറുകളാണ്. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ കാറുകളിലൊക്കെ ഈ ഒരു മോഡലാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അബുദാബിയിൽ ഡ്രൈവിംഗ് എടുക്കാൻ വളരെ എളുപ്പമായിട്ട് എടുക്കുക. ദുബായ്, മറ്റ് എമിറേറ്റ്സുകളിൽ നിന്നൊക്കെ അബുദാബിയിലേക്ക് ആളുകൾ ലൈസൻസ് എടുക്കാൻ വരും. അതിൻ്റെ ഒരു റീസണ് അറൗണ്ട് എത്ര ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. നമുക്ക് നാട്ടിൽ ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഗോൾഡൻ ചാൻസ് എന്ന് പറഞ്ഞൊരു ഓഫറുണ്ട്. ഒറ്റത്തവണ നമുക്ക് അപേക്ഷിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ലൈസൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് അറൗണ്ട് എത്ര 3,000 3,000 AED ആണ് വരുന്നത്. എമൗണ്ട് ഉണ്ട്, പക്ഷേ മറ്റ് എമിറേറ്റ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കുറവാണ്. അപ്പോൾ മറ്റ് എമിറേറ്റ്സുകളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് ഈ ഗോൾഡൻ ചാൻസ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി വരാറുണ്ട്. ഒരുപാട് ഈ ഭാഗത്ത് ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്, അതിൻ്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെഹിക്കിളുകളാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഡെൽമ മോളിൻ്റെ എൻട്രൻസിൻ്റെ ഏരിയയിലെത്തിയിട്ടുണ്ട്. മാളിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. എന്തായാലും ഈ സമയത്ത് ഇത് ഓപ്പൺ ആയിട്ടില്ല. നമ്മളിപ്പോൾ അറൗണ്ട് 8:30 അല്ലേ ആയിട്ടുള്ളൂ. ഇവിടെ എന്തായാലും 10 മണി ആകും. ഇപ്പോൾ നമ്മൾ ഈ പെഡസ്ട്രിയൽ നമുക്ക് ആണ് പ്രിവിലേജ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെഹിക്കിൾസ് അവിടെ നിർത്തി തരും. അങ്ങനെ നാട്ടിൽ അപൂർവമായിട്ട് മാത്രം കാണുന്ന ചില കാഴ്ചകളാണത്. ഫാസിൽ സാർ കഴിഞ്ഞ തവണ നാട്ടിൽ പോയ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 8:30 ഇവിടെ 10 o'clock ആവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിനെ റൗണ്ട് ചെയ്തുകൊണ്ട് അപ്പുറത്ത് കൂടെ പോവാം അല്ലേ? ഇതിൽ പോയാലോ, ഈ സൈഡ്. ആ, ഡെൽമ മോളിൻ്റെ പാർക്കിംഗ് ഏരിയകളാണ് ഈ കാണുന്നതൊക്കെ. വളരെ വെറൈറ്റി ആയിട്ട് ഓരോ ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ.
നിയന്ത്രണം. ഇല്ല, അത് ഓപ്പൺ ആണ്, പക്ഷെ അവിടെ ക്ലീനിങ് നടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അലോഡ് ആയിരിക്കില്ല. നമുക്കിങ്ങനെ പോയിട്ടേ പുറത്തുകൂടെ അങ്ങനെ പോയേക്കാം. ഇവിടെ ഡെൽമയിലെ പുതിയ അൽബൈക്ക്, അത് അൽബൈക്ക് അവർ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ. ഇവിടെ ഒരു ഉക്രൈൻ ഉണ്ട് അല്ലേ? ഉക്രൈൻ ക്രെയിന് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ എന്തോ റോഡ് വർക്ക് എന്തോ അറിയില്ല. എന്തായാലും വലിയ വലിയ സ്ലാബുകൾ അത് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിഡ്ജാണോ? ഓവർ ബ്രിഡ്ജാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ എന്തോ ഒരു പരിപാടി, എന്തോ അറിയില്ല. ഇപ്പം നമ്മൾ കണ്ട ഡെൽമോ മോളിൻ്റെ ആ മോൾ ഏരിയനേക്കാളും കൂടുതലായിട്ട് പാർക്കിംഗ് ഏരിയ കണ്ടോ. 1 2 3 4 5 5 ഫ്ലോറുകളിലായിട്ട്, 4 ഫ്ലോറുകളിലും അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറും. ഇതിനേക്കാൾ ലെങ്ത്ത്, ഇതേ ലെങ്ത്ത് അങ്ങോട്ടുമുണ്ട്, ആ എൻഡ് വരെ അത്രയും ലെങ്ത്തിൽ പാർക്കിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അല്ല, ബസ് സ്റ്റോപ്പ് അങ്ങോട്ട് കുറച്ചും കൂടെ നടക്കണം. ഇത് ലാസ്റ്റാണ്. ഇതിലിപ്പോൾ ഇത് കണ്ടിട്ടില്ലല്ലോ. ബസ് സ്റ്റോപ്പ് ആ കാറാൻ കാണുന്നത് അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടാണ്. പാർക്കിംഗ് ഏരിയ, പാർക്കിൻ്റെ കുറച്ച് ഭാഗമാണ്. ഇവിടെ നല്ലൊരു സീറ്റിംഗ് ഒക്കെ ഉണ്ട്. ഗാർഡൻ എന്നൊന്നുമല്ല, ജസ്റ്റ് ഒരു സീറ്റിംഗ്. ഈവനിങ്ങിലൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ, എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസാണ്. ഒരു ലുലു ലോജിസ്റ്റിക് കമ്പനി ഉണ്ട് മുന്നിൽ, പക്ഷെ അന്ന് അത്ര വ്യൂ ഇല്ല, കാണാൻ പറ്റുന്നില്ല കോട കാരണം. ഓ, ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണല്ലോ. ഇപ്പം സമയം മോർണിംഗ് 9 o'clock ആയിട്ടുണ്ട്. ബട്ട് എന്നാലും ഭയങ്കര കോടയായിട്ട് ഇപ്പോഴും ഒരു 6 മണിയുടെ ഒരു ഫീലിംഗ് ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മാളുകളൊക്കെ ഓപ്പണായി തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ ഒക്കെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമുക്കൊന്നും വ്യൂ കിട്ടുന്നില്ല, അത്രയും കോടയാണുള്ളത്. ഇപ്പം നാളെ അത് വല്ല അസുഖമായി മാറുമെന്നറിയില്ല. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാണ്.
ഇതാണ് VM മാർട്ട്. ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു മാളാണ് ഇത്. സാധാരണക്കാരുടെ ഷോപ്പ് അല്ലെങ്കിൽ മോൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും ഇവിടെ. പക്ഷെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒത്തിരി സെലക്ഷൻ ഉണ്ടാവും, നമ്മൾ നോക്കിയെടുക്കണമെന്നേ ഉള്ളൂ. ചിലതൊക്കെ നമ്മൾ ചിലപ്പം പെട്ടുപോകാം. എങ്കിലും നല്ല സാധനങ്ങൾ, നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്, കുറഞ്ഞ റേറ്റിനൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റണം, അത് മാത്രമാണ്. വിയർമാർട്ടും ഡെൽമ മാളും തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഡെൽമ മാൾ നമുക്ക് കാണാൻ പറ്റുന്നേ ഇല്ല, അത്രയും കോട ഇറങ്ങിയുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു ഷാഡോ മാത്രം ഇപ്പം ഇങ്ങനെ ദൃശ്യമാകുന്നുണ്ട്. രാവിലെ കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് പ്ലേസാണ്, വീഡിയോ അലൗഡ് അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിയർമാർട്ട് അതുപോലെ ഡെൽമ മാളിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ കിട്ടിയില്ല. സോ അതുകൊണ്ട് അതിൻ്റെ ഇൻസൈഡൊന്നും നമുക്ക് കാണിക്കാൻ സാധിക്കാത്തതിൽ ക്ഷമ ചോദിക്കുന്നു. എന്തായാലും നമ്മുടെ ഈ ഒരു 11-12 മണിക്കുള്ളൊരു വ്യൂ ആണ് ഇപ്പം കാണുന്നത്. രാവിലത്തെ കോടൊക്കെ പോയി, ഇപ്പോൾ നല്ല പ്രകാശം കാണുന്നുണ്ട്. ഓക്കെ, എനിവേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.